ചെടിയുടെ പ്രധാന ഭാഗങ്ങളാണ് തണ്ടും വള്ളിയും. വേഗത്തിൽ വളരുന്ന പച്ച നിറമുള്ള തണ്ടുകളാണ് ഇതിനുള്ളത്. പന്തലിലോ വേലിയിലോ നമുക്ക് പടർത്തി കയറ്റാവുന്നതാണ്. അതിന് സഹായിക്കുന്ന സ്പ്രിങ് പോലെയുള്ള വള്ളികൾ ഇതിനുണ്ട്. ഇലകൾ എന്ന് പറയുമ്പോൾ തിളക്കമുള്ള പച്ച നിറത്തിലുള്ള വലിയ ഇലകളാണ് ഇതിനുള്ളത്. സാധാരണയായി ഒരു ഇലയിൽ 3 ഇലക്കീറുകൾ കാണാം. ഇലകളുടെ അരികുകൾ ചെറുതായി ഈർച്ചവാൾ പോലെ ഇരിക്കും. മണ്ണിൽ വേരുകൾ എന്ന് പറഞ്ഞാൽ മണ്ണിലധികം ആഴത്തിലേക്ക് പോകാത്ത ഉപരിതല വേരുകളാണ് ഇതിനുള്ളത്. അതിനാൽ വേരുകൾക്ക് ചുറ്റുമുള്ള മണ്ണ് എപ്പോഴും ഈർപ്പമുള്ളതായിരിക്കണം. പൂക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാണാൻ വളരെ മനോഹരവും വലുതുമായ പൂക്കളാണ്. നിറം എന്ന് പറഞ്ഞാൽ വെള്ളയും പർപ്പിളും നീല കലർന്ന ആകർഷകമായ നിറവുമാണ് ഇതിൻ്റെ പൂക്കൾക്ക്. തേനീച്ചകളെയും വണ്ടുകളെയും ആകർഷിക്കുന്നതിന് ഉള്ള നല്ല സുഗന്ധവും ഈ പൂക്കൾക്കുണ്ട്. കായെന്ന് പറഞ്ഞാൽ സാധാരണയായി മുട്ടയുടെ വലിപ്പത്തിലോ അതിനേക്കാൾ അല്പം വലുതോ ആയ ഉരുണ്ട പഴങ്ങൾ അതിനുള്ളത്. അതിൻ്റെ നിറം എന്ന് പറഞ്ഞാൽ പച്ച നിറത്തിൽ പഴുക്കുമ്പോൾ മഞ്ഞയോ പർപ്പിൾ നിറമോ ആയിട്ട് മാറുന്നു. ഈ കായയുടെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ കറുത്ത ചെറിയ വിത്തുകളും അതിനു ചുറ്റുമുള്ള മഞ്ഞ നിറത്തിലുള്ള ജ്യൂസും നിറഞ്ഞതാണ്. ധാരാളം ഔഷധ ഉള്ളതുമായ ഒരു ഉഷ്ണമേഖല പഴമണി പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉൾഭാഗം ജ്യൂസും ചെറിയ വിത്തുകളും നിറഞ്ഞതാണ്. വള്ളിനാരങ്ങ എന്നും ഇത് അറിയപ്പെടുന്നു. വിറ്റാമിൻ സിയും വിറ്റാമിൻ എയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ദഹനശേഷി കൂട്ടാനും സഹായിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്നത് പഴം നേരിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ജ്യൂസ്, സ്മൂത്തി എന്നിവ ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നതാണ്. സ്ക്വാഷ് രൂപത്തിലാക്കി വെച്ചാൽ കുറേ നാൾ ഇരിക്കുകയും ചെയ്യും. വിറ്റാമിൻ എ അടങ്ങിയതിനാൽ ചർമ്മത്തിനും അതുപോലെ തന്നെ കണ്ണിനും നല്ലതാണ്. പൊട്ടാസ്യം ഉള്ളതിനാൽ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു. നാരുകൾ ഉള്ളതിനാൽ നമുക്ക് ദഹനം എളുപ്പമാക്കുന്നു. അപ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് എല്ലാം കൊണ്ടും നല്ലൊരു ഫലമാണിത്. അതുപോലെ പഴം മുറിച്ച് അതിൻ്റെ ഉള്ളിലെ പൾപ്പോ വിത്തുകളോ നേരിട്ട് കഴിക്കാവുന്നതാണ്. അല്പം വെള്ളം ചേർത്ത് മധുരവും ചേർത്ത് ജ്യൂസായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൃഷി രീതികളെന്ന് പറയുമ്പോൾ മണ്ണ് നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഇതിന് ആവശ്യം കൃഷിക്ക്. വിത്തുകൾ മുളപ്പിച്ചോ തണ്ടുകൾ മുറിച്ച് നട്ടോ നമുക്ക് തൈകൾ ഉണ്ടാക്കാം. വള്ളി വീശി വളരുന്നതിനാൽ കൃത്യമായി പന്തൽ നമ്മൾ ഇതിനൊരുക്കണം. വേനൽക്കാലത്ത് ആവശ്യത്തിന് നനയ്ക്കണം. ഇതിന് ജ്യൂസ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. പഴം പകുതിയായി മുറിച്ച് ഉള്ളിലെ പൾപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും പഞ്ചസാരയും ചേർക്കുക. മിക്സിയിൽ ചെറുതായിട്ട് വേണമെങ്കിൽ അടിച്ചെടുക്കാം. അടിച്ച ശേഷം നമ്മൾ അരിച്ചെടുക്കണം. അടിക്കേണ്ട ആവശ്യമില്ല. തണുപ്പിച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയായിരുന്നു, അത് വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഒരു ചെടിയാണ്, അതാണ് കാണിച്ചേക്കുന്നത്. വീഡിയോയിൽ കാണിച്ചേക്കുന്നത് നമ്മുടെ വീട്ടിലെ പാഷൻ ഫ്രൂട്ട് തന്നെയാണ് കാണിച്ചേക്കുന്നത്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കുന്നില്ല ഇതിന്. കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചാണകവും വെള്ളവും, വേനൽക്കാലത്ത് ധാരാളം വെള്ളവും ഇതിനൊഴിക്കും. പിന്നെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് നമ്മൾ നട്ടേക്കുന്നത്. അപ്പം അതുകൊണ്ട് ധാരാളം ഇഷ്ടംപോലെ കായുണ്ട്. നല്ലൊരു ഫ്രൂട്ടാണ്. ഫാഷൻ ഫ്രൂട്ട് നമുക്ക് ഒരു ഇങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് 2 കപ്പ്, പഞ്ചസാരയും വേണം, വെള്ളവും വേണം, നാരങ്ങ നീരും വേണം. പഞ്ചസാരയും വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിച്ചൊരു സിറപ്പ് പരുവത്തിലാക്കി എടുക്കുക. പഞ്ചസാര ലൈന് ചൂടാറാനായിട്ട് വെക്കുക. അത് കഴിഞ്ഞ് പാഷൻ ഫ്രൂട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി അതിൻ്റെ വിത്ത് പൊട്ടാതെ കറക്കിയിട്ട് അരിച്ചെടുക്കുക. വിത്ത് പൊട്ടരുത്, പെട്ടെന്ന് ഒറ്റ കറക്ക്, ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. എന്നിട്ട് ചൂടാറിയ പഞ്ചസാര സിറപ്പിലേക്ക് ഈ ജ്യൂസ് നാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക.
എന്നിട്ട് വൃത്തിയായ ഒരു ഉണങ്ങിയ കുപ്പിയിൽ ഇത് സൂക്ഷിച്ചു വെച്ചാൽ കുറേ നാൾ ഇരിക്കുന്നതാണ്. ഇത് പുതിനയില ചേർത്ത് വേണം നമുക്ക് ഇഷ്ടപ്പെടുമോയെന്ന് അറിയത്തില്ല. ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. അതിന് പാഷൻ ഫ്രൂട്ടും അതുപോലെ പുതിനയിലയും ഇഞ്ചിയും പഞ്ചസാരയും കൂടെ വെള്ളവും ഐസ് ക്യൂബും കൂടെ ആവശ്യത്തിന് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. മിക്സിയുടെ ജാറിലേക്ക് പാഷൻ ഫ്രൂട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ പുതിനയിലയും ഇഞ്ചിയും പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് വേണം ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. എന്നിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് മിക്സിയിൽ 2 സെക്കൻഡ് മാത്രം അടിച്ചിട്ട് അതിൻ്റെ ആ വിത്ത് പൊട്ടാതെ അടിച്ച് അരിച്ചെടുത്ത് നമുക്ക് ഗ്ലാസ്സിൽ ഐസ് ക്യൂബ് ഇട്ട് തണുത്ത് വേണമെങ്കിൽ കുടിക്കാവുന്നതാണ്. അപ്പം അങ്ങനെയും ഉപയോഗിക്കാവുന്നതാണ്. പല രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. പ്രകൃതിദത്തമല്ലേ, അപ്പം നമുക്ക് നാച്ചുറൽ അല്ലേ, അപ്പം നമുക്ക് നല്ലതാണ് ഇതൊക്കെ കുടിക്കുന്നത് കൊണ്ട്. അപ്പം നമുക്ക് കൃഷിക്കും ബുദ്ധിമുട്ടില്ല. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കൃഷി ചെയ്യാവുന്ന ഒരു ചെടിയാണ്. പ്രത്യേകിച്ച് വളപ്രയോഗമില്ല. അപ്പം നല്ല നാച്ചുറൽ ജ്യൂസും ഒക്കെ